നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. BJP ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല കട്ടതാണെന്ന് MP. ഓഫീസിലേക്ക് മാർച്ച് നടത്തി CPM ആരോപിച്ചു. കലകളുടെ പൂരമായ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 7 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. എലത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സുബേദാർ മേജർ ബിജോയ് റോയ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. ജനങ്ങൾ തൃശൂരിൽ തോൽപ്പിച്ചതിനെ CPM-ഉം LDF-ഉം BJP-യുടെ നെഞ്ചത്ത് കയറുവാൻ വന്നാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. 3.25 ലക്ഷം വോട്ടിന് ജനങ്ങൾ തിരഞ്ഞെടുത്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് സമരം നടത്തി ബോർഡിൽ കരി ഓയിൽ ഒഴിച്ച് ചെരുപ്പുമാലയിട്ട നടപടി ജനാധിപത്യത്തെ അധിക്ഷേപിക്കുന്നതാണ്. തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരെ അപമാനിക്കുന്നതാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. പ്രതിഷേധ പ്രകടനം നടത്തിയ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസ് മാർച്ച് നടത്തി. കമ്മീഷണർ ഓഫീസിനു മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞ് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രഭാരിയും സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോപകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ശോഭ സുരേന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, ജില്ലാ പ്രസിഡന്റുമാരായ AR ശ്രീകുമാർ, അഡ്വക്കേറ്റ് അജി ഘോഷ്, അഡ്വക്കേറ്റ് നിവേദിത, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, അജി ഘോഷ്, കൃപേഷ് ചെമ്മണ്ട, KP ഉണ്ണികൃഷ്ണൻ, KP ജോർജ്, വിപിൻ കോടിയടുത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്ത് പറമ്പിൽ, സർജു തൊയ്ക്കാവ്, സൗമ്യ സലേഷ്, ജില്ലാ സെക്രട്ടറിമാരായ വിൻഷി അരുൺ, റോഷൻ NR, റിക്സൻ, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത്, മണ്ഡലം പ്രസിഡന്റുമാരായ വിപിൻ, അശ്വിൻ വാര്യർ, പ്രശാന്ത്, അരുൺ, സന്ദീപ്, അർച്ച അനീഷ്, പ്രിയ അനിൽ, വിമേഷ്, കൗൺസിലർമാരായ പ്രസാദ് N, പൂർണിമ സുരേഷ്, നിജി KG, രാധിക NV, ലോചനൻ അമ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്, BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് പ്രവർത്തകരും കൂടി സ്വീകരണം നൽകി. തുടർന്ന് അശ്വിനി ഹോസ്പിറ്റലിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കുന്ന സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ജനറൽ സെക്രട്ടറി PK ബാബു, പ്രദീപ്, അജിത് തുടങ്ങിയവരെ സന്ദർശിച്ചു. CPM ആക്രമിച്ച ക്യാമ്പ് ഓഫീസും സന്ദർശിച്ചു.
തൃശൂർ എംപിയും കേന്ദ്ര മന്ത്രിയും കൂടിയായ സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെയുണ്ടായ CPM ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഓഫീസിന് മുൻപിൽ പോലീസ് മാർച്ച് തടഞ്ഞു. BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പരാജയം ഒരു വർഷം കഴിഞ്ഞിട്ടും CPMനെ അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ഉല്ലാസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അക്രമ രാഷ്ട്രീയമായിട്ടാണ് CPMന്റെ നീക്കമെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വര്യർ, ജില്ലാ വൈസ് പ്രസിഡന്റ് സൗമ്യ സലീഷ്, വിൻഷി അരുൺകുമാർ, വിനോദ് പൊള്ളാഞ്ചേരി, മുരളി കോളങ്ങാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ചോരക്കളി തുടങ്ങിയതാണ്. ആ ചോരക്കളി ഈ തൃശ്ശൂരും വീണ്ടും ആരംഭിക്കാനാണ് CPM തയ്യാറെങ്കിൽ യാതൊരു സംശയവുമില്ല. അതിനെ അതിൻ്റെതായ രീതിയിൽ പ്രതിരോധിക്കാൻ BJP തയ്യാറാവും. നിങ്ങൾ കണക്കുകൾ പരിശോധിച്ചോ? കേരളത്തിന്റെ രാഷ്ട്രീയ കണക്കുകളിൽ നിങ്ങൾ നടത്തിയ കൊലപാതക രാഷ്ട്രീയ കണക്കുകളിൽ കൂട്ടിയും കിഴിച്ചാൽ പ്രതിരോധത്തിന്റെ സംവിധാനം തീർത്ത സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ ചരിത്രം ഇവിടെ തുടങ്ങാൻ സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല, കട്ടതാണ്. MPയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് CPM മാർച്ച്. നാടകീയ രംഗങ്ങൾ. കരിയോയിൽ ഒഴിച്ച് പാർട്ടി പ്രവർത്തകൻ. കരിയോയിൽ ഒഴിച്ച ശേഷം ബോർഡിൽ ചെരുപ്പുമാല അണിയിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് എത്തി CPM പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂരിലെ MP ക്യാമ്പ് ഓഫീസിലേക്ക് CPM മാർച്ച് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതിനിടെ CPM പ്രവർത്തകരിൽ ഒരാൾ MPയുടെ ക്യാമ്പ് ഓഫീസിലേക്കുള്ള ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു. ഇതോടെ നാടകീയ രംഗങ്ങളാണ് പ്രതിഷേധ സ്ഥലത്തുണ്ടായത്. കരിയോയിൽ ഒഴിച്ച ശേഷം ബോർഡിൽ ചെരുപ്പുമാല അണിയിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് എത്തി CPM പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തു. CPM പ്രവർത്തകനായ വിപിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ നേതാക്കൾ ഇടപെട്ടു. പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയ വിപിനെ പിന്നീട് CPM നേതാക്കളെത്തി വാഹനത്തിൽ നിന്ന് മോചിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. വ്യക്തിപരമായ പ്രതിഷേധമാണ് നടത്തിയതെന്നും അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ലെന്നും വിപിൻ പറഞ്ഞു. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കരിയോയിൽ ഒഴിച്ചതെന്നും വിപിൻ പറഞ്ഞു. മറ്റു സ്ഥലങ്ങളിൽ ഉള്ളതുപോലെ അമ്പലം പൊളിക്കുവാനും പള്ളി പൊളിക്കുവാനും നമ്മൾ പോകുന്നില്ല എന്നും ജനാധിപത്യ പ്രതിഷേധമാണ് നടത്തിയതെന്നും വിപിൻ പറഞ്ഞു. സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല, കട്ടതാണ് എന്നെഴുതിയ പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ലെന്നും കട്ടതാണെന്നും അബ്ദുൾ ഖാദർ ആരോപിച്ചു. ജനാധിപത്യത്തിലെ കറുത്ത പുള്ളിയായി സുരേഷ് ഗോപി മാറിയെന്നും അബ്ദുൾ ഖാദർ ആരോപിച്ചു. പൂരങ്ങളുടെ നാട്ടിൽ 2026 ജനുവരി 7 മുതൽ 11 വരെ അരങ്ങേറുന്ന കലകളുടെ പൂരമായ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നടത്തിപ്പിനായി 19 ഉപസമിതികളടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. 25ഓളം വേദികളിലായി 240ൽ പരം ഇനങ്ങളിൽ 14,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സ്വാഗത സംഘമാണ് രൂപീകരിച്ചതെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ തല മത്സരങ്ങൾ ഒക്ടോബർ 10-നകവും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ അവസാന വാരത്തിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ 30-നകവും പൂർത്തിയാക്കും. തുടർച്ചയായി 3 വർഷം വിധികർത്താക്കളായി വന്നവരെ ഈ വർഷം മുതൽ ഒഴിവാക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷണത്തിനും താമസത്തിനും തൃശൂരിലെത്തുന്ന ആർക്കും ഒരു കുറവും വരുത്താതെ നോക്കണം. കലോത്സവത്തിന്റെ ഭക്ഷണ വിതരണത്തിന് ആവശ്യമായ പച്ചക്കറികളും മറ്റു വിഭവങ്ങളും ഓരോ വിദ്യാർത്ഥിയുടെയും വീട്ടിൽ നിന്ന് ശേഖരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. തൃശൂരിലെ പരമാവധി സ്കൂളുകളിൽ സ്വർണ്ണക്കപ്പുമായി യാത്ര നടത്തുന്നതും പരിഗണനയിലുണ്ട്. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളെ കലോത്സവം കാണുവാനും ആസ്വദിക്കുവാനും വേദിയിലെത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കുവാൻ അധ്യാപകർക്ക് നിർദ്ദേശം നൽകി. കലോത്സവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായം ഉൾക്കൊള്ളുവാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അധ്യക്ഷത വഹിച്ചു.
ഈ കലോത്സവത്തിൽ തൃശൂരിലെ സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും പങ്കാളികളാക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. വിശ്രമമില്ലാത്ത ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങളിലൂടെ കലോത്സവം വിജയകരമായി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങിൽ മുഖ്യാതിഥിയായി. കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ നഗരമാണ് തൃശൂരെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കലോത്സവത്തിൽ പങ്കെടുക്കുവാനെത്തുന്ന ഓരോ കുട്ടിക്കും ഏറ്റവും സൗഹൃദപരമായ സൗകര്യമൊരുക്കി ആർക്കും പരാതിക്ക് ഇട നൽകാതെ മേള സംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ എസ് ചിത്ര സംഘാടക സമിതി ഘടന അവതരിപ്പിച്ചു. മേയർ എം കെ വർഗീസ്, MLA-മാരായ പി ബാലചന്ദ്രൻ, AC മൊയ്തീൻ, ET ടൈസൺ മാസ്റ്റർ, VR സുനിൽകുമാർ, KK രാമചന്ദ്രൻ, CVR ചിറ്റിലപ്പള്ളി, NK അക്ബർ, TJ സനീഷ് കുമാർ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മുൻ മന്ത്രി VS സുനിൽകുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്, NSK ഉമേഷ്, ജില്ലാ കളക്ടർ VR അർജുൻ പാണ്ഡ്യൻ, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ഗാർഡ് ഓഫ് ഓണറോടുകൂടിയാണ് വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചത്. യോഗത്തിന് മുന്നോടിയായി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. 28 വേദികളിലാണ് കലോത്സവം നടക്കുന്നത്. 249 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. എല്ലാ നിലവാരത്തിലും ഒക്കെ വിവിധ മത്സരങ്ങൾ നടക്കുന്നു. ഏതാണ്ട് 1000-ഓളം വരുന്ന ജഡ്ജസ് ഇതിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലോത്സവം സാംസ്കാരിക തലസ്ഥാന നഗരിയുടെ പ്രൗഢോജ്വല പാരമ്പര്യത്തിന് അനുയോജ്യമായ വിധത്തിൽ ഏറ്റവും ഗംഭീരമായ നിലയിൽ സംഘടിപ്പിക്കുന്നതിന് സജ്ജരായി ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ആ ഒരു പാരമ്പര്യത്തിന് അനുസൃതമായ നിലയിൽ ഏവരുടെയും നിറഞ്ഞ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് കലോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉള്ളുഷ്ടിച്ച് തന്നെ നമുക്കേവർക്കും കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കാം. നമുക്കറിയാം, നീണ്ട 6 വർഷത്തിന് ശേഷമാണ് കേരള സ്കൂൾ കലോത്സവം തൃശ്ശൂരിലേക്ക് തിരിച്ചു വരുന്നത്. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമായ സ്കൂൾ കലോത്സവം ഏഷ്യയിൽ തന്നെ ഏറ്റവും നല്ല ലേൺ സിറ്റിയായി അംഗീകരിച്ച തൃശ്ശൂരിലാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അഭിമാനം 2 ഇരട്ടിയാകും. 64ാമത് സ്കൂൾ കലോത്സവം സാംസ്കാരിക കലോത്സവം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘാടക സമിതിയുടെ കരട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. സമയം വൈകിയുള്ളതുകൊണ്ട് നേരിട്ട് ഞാൻ അതിലേക്ക് കടക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷനായിട്ട് ഞാൻ നാളെയാണ് ചാർജ് എടുക്കുന്നത്. ചാർജ് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു സ്വാഗത സംഘ യോഗത്തിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത്. ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. അരിസ്റ്റോ റോഡ് ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്യുകയും പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ മുഖ്യ അതിഥിയായും സ്ഥാപിച്ചിട്ടുള്ള ഉദ്ഘാടന മാർബിൾ ഫലകം പൊളിച്ചു നീക്കുവാനുള്ള LDF ഭരണസമിതിയുടെ നീക്കം പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. കൗൺസിലർമാരായ ലാലി ജെയിംസ്, ലീല വർഗീസ്, ശ്രീലാൽ ശ്രീധരൻ, സിന്ധു ആൻഡോ ചാക്കോള, ബൈജു വർഗീസ്, മിഥുൻ മോഹൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കാവൽ നിന്ന് തടഞ്ഞു. രണ്ടാം ഉദ്ഘാടനമായ ഇന്ന് മന്ത്രി R ബിന്ദു വരുന്ന വിവരത്തിന് മുൻപ് ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ഫലകം പൊളിച്ചു നീക്കുവാനായിരുന്നു കോർപ്പറേഷൻ സെക്രട്ടറി ഉത്തരവിട്ടത്. എഞ്ചിനീയറിംഗ് സെക്ഷനെയും ഹെൽത്ത് വിഭാഗത്തിനെയും ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും പോലീസും ഒരുമിച്ച് വന്നിരുന്നുവെങ്കിലും കോൺഗ്രസ് കൗൺസിലർമാരുടെ എതിർപ്പ് മൂലം പിന്മാറുകയാണ് ഉണ്ടായത്. ഫലകം കോർപ്പറേഷൻ അധികൃതർ പൊളിച്ചു നീക്കിയാൽ മന്ത്രി ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ഫലകം 1 മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് കൗൺസിലർമാർ പൊളിച്ചു നീക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ രാജൻ മുന്നറിയിപ്പ് നൽകി. കോർപ്പറേഷനിലെ തന്നെ ഭരണസമിതിയിലെ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത അരിസ്റ്റോ റോഡ് മുൻ മേയറായിരുന്ന മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യുവാൻ വന്നത് വെറും രാഷ്ട്രീയ പാപ്പരത്വമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ കുറ്റപ്പെടുത്തി. ജനവിധി അട്ടിമറിച്ച് അധികാരത്തിലെത്തിയ നരേന്ദ്രമോദിക്കെതിരെ ഒരു പൗരൻ ഒരു വോട്ട്, കുറ്റമറ്റ വോട്ടർ പട്ടിക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ജീവൻ മരണ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി സെന്ററിൽ പ്രകടനവും മഹാത്മാ സ്ക്വയറിൽ ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ML ബേബി ഉദ്ഘാടനം ചെയ്തു. MU മുത്തു, ജേക്കബ് പോൾ, VS പ്രദീപ്, TS മനോജ് കുമാർ, ബിന്ദു കാട്ടുങ്കൽ, ജിത്ത് ചാക്കോ, MG രാജൻ, വർഗീസ് വാഴപ്പിള്ളി, NS നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാസ്കരൻ K മാധവൻ, റെജി പാണംകുടിയിൽ, VB ചന്ദ്രൻ, ES അനിരുദ്ധൻ, V സുകുമാരൻ മാസ്റ്റർ, BS എഡിസൺ, PU ചന്ദ്രശേഖരൻ, VA കൃഷ്ണൻ, VR കൃഷ്ണകുമാർ, EP സുധാകരൻ, KS സുധീർ, ബെന്നി കദലിക്കാട്ടിൽ, NT ശശി, ഷിബു പീറ്റർ, ജോസ് മൈനാട്ടിൽ, സത്യൻ കരിപ്പാറ റോണി, രാമകൃഷ്ണൻ കോത്തോട്ടിൽ, വാസു പോലുവളപ്പിൽ, ബാബു പാണംകുടിയിൽ, ജോണി അരുമ്പു, ശ്രീരാഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോൺഗ്രസ്. കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി നടത്തിയ വോട്ട് കൊള്ളയ്ക്കെതിരെയും കുറ്റമറ്റ വോട്ടർ പട്ടികയ്ക്ക് വേണ്ടിയും പോരാടിയ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ച് തൃശൂർ അയ്യന്തോൾ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി.
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജൻ പ്രകടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഫ്രാൻസിസ് ചാലിശ്ശേരി, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രകടനം നയിച്ചു. നേതാക്കളായ ജോൺ ഡാനിയൽ, A പ്രസാദ്, IP പോൾ, രാജൻ പല്ലൻ, P ശിവശങ്കരൻ, KH ഉസ്മാൻ ഖാൻ, ആശിഷ് മൂത്തേടത്ത്, K സുരേഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, ജോർജ് ചാണ്ടി, ലാലി ജെയിംസ്, AK സുരേഷ്, ശ്രീലാൽ ശ്രീധർ, ആൻസി ജേക്കബ്, ഹാപ്പി മത്തായി, K സുമേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃശൂർ എലത്തുരുത്ത് സെന്റ് അലോഷ്യസ് ലോവർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളും LKG, UKG കുട്ടികളും 79ാം സ്വാതന്ത്ര്യദിനത്തിന്റെ മുന്നോടിയായി നടത്തിയ ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. പ്രധാന അധ്യാപിക KP ബിന്ദു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ആൽജോ കൊമ്പൻ അധ്യക്ഷനായിരുന്നു. പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ NCC 24 കേരള ബറ്റാലിയൻ സുബേദാർ മേജർ ബിജോയ് റോയ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സുബേദാർ സുദന്ദർ സിംഗ്, സുബേദാർ മേജർ ബിജോയ് റോയ് തുടങ്ങിയവർ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പലർക്കും ഒരു പട്ടാളക്കാരനാകാൻ എന്ത് ചെയ്യണം, വീട്ടുകാരെ പിരിഞ്ഞു നിൽക്കുന്നതിൽ പ്രയാസം തോന്നുമോ, യുദ്ധം, ദുരന്തങ്ങൾ എന്നിവ വന്നാൽ പട്ടാളക്കാർ എന്താണ് ചെയ്യുന്നത് തുടങ്ങിയ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് സുബേദാർ മേജർ ബിജോയ് റോയ് രസകരമായി മറുപടി പറഞ്ഞത് കുട്ടികൾ ശ്രദ്ധയോടെയും നിറഞ്ഞ കയ്യടികളോടുകൂടി സ്വീകരിച്ചു. ധാരാളം കുട്ടികൾ പട്ടാളക്കാരാകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതും ശ്രദ്ധേയമായി. മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഭഗത് സിംഗ്, ഝാൻസി റാണി, ഭാരതമാത, ഇന്ത്യൻ ആർമി, പോലീസ് വേഷങ്ങൾ ധരിച്ച കുട്ടികൾക്കൊപ്പം വർണ്ണശബളമായ വേഷവിധാനത്തോടെ കുട്ടികൾ വിവിധതരം നൃത്തങ്ങൾ അവതരിപ്പിച്ച് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. PTA പ്രസിഡന്റ് ഡെയ്സൺ ഡേവിസ് സംസാരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ മുന്നോടിയായി നടത്തിയ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് തൃശൂർ കോർപ്പറേഷൻ 45ാം ഡിവിഷൻ കൗൺസിലർ ലാലി ജെയിംസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പരിപാടികളിൽ സ്കൂൾ അധ്യാപകന്മാരും രക്ഷിതാക്കളും പ്രത്യേകിച്ച് കുട്ടികളുടെ അമ്മമാരും സജീവമായി പങ്കുചേർന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് KP ബിന്ദു സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി CF സോഫി നന്ദിയും രേഖപ്പെടുത്തി. വന്യജീവി സംഘർഷം നേരിടുവാൻ പ്രൈമറി റെസ്പോൺസ് ടീമിന് പരിശീലനവുമായി വനം വകുപ്പ്. വന്യജീവികളിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നതിനായി രൂപം നൽകിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനകൾക്ക് വനംവകുപ്പ് ഏകദിന പരിശീലനം നൽകി. മിഷൻ PRT എന്ന പേരിൽ മച്ചാട് വനം റേഞ്ചിന് കീഴിലുള്ള 13 വാർഡുകളിലെ സേനാംഗങ്ങൾക്കാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത്. UR പ്രദീപ് MLA പരിശീലനം ഉദ്ഘാടനം ചെയ്തു. വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനായി സോളാർ വേലി നിർമ്മാണം നടക്കുകയാണെന്ന് MLA പറഞ്ഞു. വന്യജീവി സാന്നിധ്യമുണ്ടായാൽ സേനയുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും AI സാങ്കേതികവിദ്യയും ഒരുക്കണമെന്നും കൂട്ടായ ഇടപെടൽ ഉണ്ടാകണമെന്നും MLA കൂട്ടിച്ചേർത്തു. ഒരു വാർഡിൽ നിന്ന് 15 പേർ അടങ്ങുന്നതാണ് പ്രാഥമിക പ്രതികരണ സേന. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ടീമിന് ആവശ്യമായ ഉപകരണങ്ങളും യൂണിഫോമും നൽകും. മോബ് കൺട്രോൾ, പ്രഥമ ശുശ്രൂഷ, വന്യജീവി സംഘർഷ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുന്നത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സെൻട്രൽ സർക്കിൾ വനം ചീഫ് കൺസർവേറ്റർ ഡോക്ടർ R ആടലരശൻ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ MK പത്മജ, V തങ്കമ്മ, ഗിരിജ മേലടത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ P കൃഷ്ണൻകുട്ടി, BK തങ്കപ്പൻ, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അഭയ് യാദവ്, മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ P വേണുഗോപാൽ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ TS മാത്യു, വെങ്ങാലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് M ഹരിനാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാർ എസ്തപ്പാനോസ് സഹദായ പള്ളി നെല്ലങ്കരയുടെ നവതിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ പതാകയുടെ പ്രകാശനം ഇടവക സഹവികാരി MD അബി അച്ഛൻ, ഇടവക വികാരി റെവറന്റ് ഫാദർ ഡോക്ടർ മൈക്കിൾ വള്ളവന്ത്ര, സീനിയർ വൈദികൻ AC അന്തോണി അച്ഛൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു. കൈക്കാരന്മാരായ തിമോത്തി വടക്കൻ, ജിസ്മോൻ ഡേവിസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ജീസ് AJ, ജിൻസൺ പോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നവതി പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റി അംഗങ്ങളായ രേഷ്മ ടോണി, CG ജീസ്, ജോയ്സി സെബി, GB ഫ്രാൻസിസ്, ഡിക്സൺ തിമോത്തി, ലിൻഡോ വർഗീസ്, റിയോ ജോസി,
റിൻഡോ ജോസി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ ഇടവക വികാരി മൈക്കിൾ അച്ചൻ ആശംസകൾ അറിയിക്കുകയും കൈക്കാരൻ തിമോത്തി വടക്കൻ നവതി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് വിശ്വാസികളുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. മാള KKS ഗവൺമെന്റ് ITIയിൽ വിവിധ ട്രേഡുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. നേരത്തെ അപേക്ഷിച്ചവരും പുതുതായി അപേക്ഷ സമർപ്പിക്കുവാൻ താൽപ്പര്യമുള്ളവരും ഓഗസ്റ്റ് 19-നകം അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധിയില്ല. 30% സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഫോൺ 048028939312. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. നെല്ലങ്കര മാർ എസ്തപ്പാന സഹദായ പള്ളി നവതിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റിക്കറിന്റെ പ്രകാശനം സഭയിലെ സീനിയർ വൈദികൻ ബഹുമാനപ്പെട്ട AC അന്തോണി അച്ചൻ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിർവഹിച്ചു. ഇടവക കൈക്കാരന്മാരായ തിമോത്തി വടക്കൻ, ജിസ്മോൻ ഡേവിസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ജീസ് AJ, ജിൻസൺ പോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നവതി പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റി അംഗങ്ങളായ രേഷ്മ ടോണി, സിജി ജീസ്, ജോയ്സി സിബി, ജിബി ഫ്രാൻസിസ്, ഡിക്സൺ തിമോത്തി, ലിൻഡോ വർഗീസ്, റിയോ ജോസി, റിൻഡോ ജോസി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിലെ കൗൺസിലറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 40 വയസ്സ് കവിയാത്ത സൈക്കോളജി, MSW, കൗൺസിലിംഗ് ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മികച്ച സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കൗൺസിലറായുള്ള 2 വർഷത്തെ പരിചയം വേണം. അപേക്ഷയോടൊപ്പം പ്രായം, യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കണം. ഓഗസ്റ്റ് 23-ന് രാവിലെ 10 മുതൽ അയ്യന്തോൾ സിവിൽ ലൈൻ ലിങ്ക് റോഡിലെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും. ഫോൺ 0487 2362 517. നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 36ാമത് ഗുരുവായൂർ സംഗീതാർച്ചന ഓഗസ്റ്റ് 15-ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറും. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ഗുരുവായൂർ K. മണികണ്ഠൻ ഉദ്ഘാടനം നിർവഹിക്കും. നാദബ്രഹ്മം പ്രസിഡന്റും പ്രശസ്ത ഗായകനുമായ MD സോമശേഖരൻ നയിക്കുന്ന സംഗീതാർച്ചനയിൽ ഇത്തവണ 100ഓളം ഗായകന്മാർ പങ്കെടുക്കും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇടവേളയില്ലാതെ സംഗീതാർച്ചന അരങ്ങേറുക. ലോകസമാധാനത്തിനും ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി 1988 മുതൽ എല്ലാ വർഷവും നമ്മുടെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-ന് ഭക്തിസാന്ദ്രമായി സമർപ്പിച്ചുവരുന്ന ഗുരുവായൂർ സംഗീതാർച്ചനയിൽ ഇതിനോടകം ആയിരക്കണക്കിന് പ്രതിഭകൾ പങ്കെടുത്തു കഴിഞ്ഞു. സംഗീതജ്ഞനായ MD സോമശേഖരന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 37 വർഷമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാദബ്രഹ്മം ഫൗണ്ടേഷൻ ഗുരുവായൂർ സംഗീതാർച്ചനയ്ക്ക് പുറമെ സംഗീതരംഗത്ത് സുദീർഘമായ നിരവധി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്.
നാദപ്രഭം ഫൗണ്ടേഷൻ ട്രസ്റ്റിമാരും ഭാരവാഹികളുമായ സുധാ ബിന്ദു, ശശികുമാർ, പത്മജ വേണുഗോപാൽ, പ്രവീൺ സുകുമാരൻ, വേണുഗോപാൽ കുറുപ്പത്ത്, ബാലകൃഷ്ണൻ കാറളം തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. 69ാമത് തൃശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പ് അവസാനിക്കുമ്പോൾ 152 പോയിന്റുമായി സ്പോർട്സ് ഗ്രിഡ് അത്ലറ്റിക്സ് അക്കാദമി മച്ചാട് ചാമ്പ്യന്മാരായി. 116 പോയിന്റോടെ ആൻഡ്രൂസ് അക്കാദമി തൃശൂർ 2ാം സ്ഥാനവും 94 പോയിന്റോടെ പാറമേക്കാവ് വിദ്യാമന്ദിർ പൂങ്കുന്നം 3ാം സ്ഥാനത്ത്, 74 പോയിന്റുമായി GVBHS കുന്നംകുളം 4ഉം 66 പോയിന്റ് നേടി അൽ അമീൻ കരിക്കാട് 5ാം സ്ഥാനത്തും നിൽക്കുന്നു. അണ്ടർ 10 ബോയ്സ് ആൻഡ് ഗേൾസ് ദേവമാത CMI സ്കൂൾ ചാമ്പ്യന്മാരായി. അണ്ടർ 12 പെൺകുട്ടികളിൽ സ്പോർട്സ് ഗ്രിഡ് മച്ചാട് ചാമ്പ്യൻസ്. അണ്ടർ 10 ബോയ്സ് ആൻഡ് ഗേൾസ് ദേവമാത CMI സ്കൂൾ ചാമ്പ്യന്മാരായി. അണ്ടർ 12 പെൺകുട്ടികളിൽ സ്പോർട്സ് ഗ്രിഡ് മച്ചാട് ചാമ്പ്യൻഷിപ്പ് നേടി. സമ്മാനദാനത്തിൽ തൃശൂർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, പ്രവീൺ ചെറിയത്ത് തുടങ്ങിയവർ നിർവഹിച്ചു. ചടങ്ങിനെ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് EU രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഹരിദയാൽ KS സദസ്സിനെ സ്വാഗതവും ട്രഷറർ ഹേമലത V നന്ദിയും അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് BJP ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല കട്ടതാണെന്ന് MP. ഓഫീസിലേക്ക് മാർച്ച് നടത്തി CPM ആരോപിച്ചു. കലകളുടെ പൂരമായ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 7 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. എലത്തുരുത്ത് സെന്റ് അലോഷ്യസ് LP സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ സുബേദാർ മേജർ ബിജോയ് റോയ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.